നമസ്കാരം. കേന്ദ്രത്തിനെതിരെ നാളെ കേരളത്തിന്റെ സവിശേഷ സമരം. വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നാളത്തെ സമരത്തെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. എന്താണ് സവിശേഷത എന്ന് പിന്നീടാണ് മനസ്സിലായത്. കേന്ദ്രത്തിനെതിരെ ഉറച്ച ശബ്ദം മുഴങ്ങും എന്ന് കരുതിയ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യന്തം പിണറായിയുടെ സ്വരം പതിഞ്ഞ നിലയിലായിരുന്നു. ആരെയും തോൽപ്പിക്കാനല്ല സമരം, തോറ്റു പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. പിണറായിയുടെ ഈ വാക്കുകൾ കേട്ടാൽ എന്തു തോന്നും? ഏതോ എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ പോകുന്നു എന്നല്ലേ? സമരത്തിന് കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറം നൽകാൻ ശ്രമിക്കരുത് എന്നുകൂടി പറഞ്ഞതോടെ എല്ലാം വ്യക്തമായി. എവിടെ പോയി പിണറായിയുടെ ഉശിര്? മോദിക്കെതിരെ എന്തേ നാവ് പൊങ്ങുന്നില്ല? ഇതാണോ തകരില്ല കേരളം, തളരില്ല കേരളം, തകർക്കാനാവില്ല കേരളം എന്നൊക്കെ പറഞ്ഞുള്ള പടപ്പുറപ്പാടിന്റെ പര്യവസാനം? വള്ളത്തോളിന്റെ വരികൾ ചൊല്ലിയായിരുന്നു ബജറ്റ് പ്രസംഗം അവസാനിച്ചത്. അതും കേരളത്തിനകത്തു മാത്രം കേൾക്കാനായിരുന്നോ? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. ചോര തിളയ്ക്കുമോ നാളെ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM-ൽ നിന്നും M പ്രകാശൻ, മാസ്റ്റർ കോൺഗ്രസിൽ നിന്ന് BRM ഷഫീർ, BJP-യിൽ നിന്ന് KVS ഹരിദാസ്, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ VK വിജയകുമാർ എന്നിവരാണ് എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നത്. ആദ്യം ശ്രീ BRM ഷഫീർ, ഒരാളെയും തോൽപ്പിക്കാനല്ല, തോറ്റ് പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. കക്ഷി രാഷ്ട്രീയത്തിന്റെ നിറം നൽകി കാണാൻ ശ്രമിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് നാളത്തെ സമരവുമായി ബന്ധപ്പെട്ടൊരു മുഖവുര മുഖ്യമന്ത്രി പിണറായി നൽകുന്നത്. ഇതെന്ത് സമരമാണ്? ഇത് സമരമോ സമവായമോ? ഇത് വളരെ ഗൗരവത്തോടു കൂടി കേന്ദ്ര സർക്കാരിനെതിരായും നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരായി കേൾക്കാം, പറഞ്ഞോളൂ. ബഹുമാനായ ശ്രീ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ സമരമാണെന്നും കേരളത്തിന് കിട്ടേണ്ടത് പലതും കിട്ടിയിട്ടില്ലെന്നും കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിനാൽ ഒരു ഫെഡറൽ ഗവൺമെൻറ് എന്ന നിലയിൽ ഡൽഹിയിൽ പോയി അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും മൂക്കിൻ്റെ തുമ്പിൽ സമരം നടത്തി പിടിച്ചു വാങ്ങാൻ പ്രതിപക്ഷം കൂടി വരണം എന്നായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പിന്നീട് പ്രക്ഷോഭം എന്നുള്ളത് മഹാസമ്മേളനമായി പരിവർത്തനപ്പെട്ടു. പ്രക്ഷോഭത്തിൻ്റെ രീതി മാറി, പ്രക്ഷോഭം എന്ന വാക്ക് തന്നെ പിൻവലിക്കപ്പെട്ടു. അതൊരു സമ്മേളനമായി. ആ സമ്മേളനം ആയതിനു ശേഷവും നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്നറിയില്ല, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും നരേന്ദ്രമോദി, ബഹുമാന്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, താങ്കൾ ഞങ്ങൾക്ക് തരുന്നില്ല, താങ്കൾ കേരളത്തോട് അനീതി കാണിച്ചു എന്നൊരു വാചകം നിങ്ങൾ കാണിക്കാൻ പറ്റുമോ? എത്ര തണുത്തൻ പ്രതികരണമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. ഒരു സമരത്തിന് പോകുന്ന മുഖ്യമന്ത്രിയുടെ ആവേശം അതിനകത്തുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെയാണ് ചില കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഒന്ന്, കണക്കുകളാണ്. കണക്കുകൾ സാമ്പത്തിക വിദഗ്ധൻ പറയും. ഞങ്ങൾ കണക്കെടുത്തു, ഞങ്ങളും വിചാരിച്ചു 51,000 കോടി രൂപയുടെ ശ്രീ M പ്രകാശൻ മാസ്റ്റർ, ഇതാണോ ഈ ചോരതിളപ്പ്? എവിടെയാണ് കേരളത്തിന്റെ ചോരതിളപ്പ് കാണുന്നത്? മുഖ്യമന്ത്രിയുടെ വാക്കുകളിലില്ല. നാളെ ഇപ്പോൾ ആരെയും തോൽപ്പിക്കാനല്ല എന്ന് പറയുന്നു. തോൽപ്പിക്കുക തന്നെ വേണം. കേരളം കടുത്ത അനീതി നേരിടുകയാണ്. അതിൻ്റെ കാരണക്കാരായവർ തോൽക്കുക തന്നെ വേണം. അതാണല്ലോ ഈ കേരള ജനതയെ ഒന്നാകെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവരെല്ലാം പോയി അവിടെ നിൽക്കുമ്പോൾ അതിലൂടെ കിട്ടേണ്ട സന്ദേശം. ആ രോഷത്തിൻ്റെ അഭാവം എന്തുകൊണ്ട്? ഈ ക്ഷീരമുള്ളോരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് ഒരു കവി പാടിയിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ളവരെയാണ് അത് അന്വർത്ഥമാക്കുന്നത്. ഇവിടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഒരു ഗവൺമെൻറ് ആകെ MLA-മാരും MP-മാരും ആകെ അവർ സമരത്തിന് ചെല്ലുകയാണ്. കേരളത്തിലെ മുഴുവൻ MP-മാരും മുഴുവൻ MLA-മാരും പങ്കെടുക്കണം എന്നാണ് LDF. പ്രകാശ് മാഷെ, അങ്ങനെ ഇനി പറഞ്ഞുകൂടാ. അതോടൊപ്പം ഇന്നിപ്പോൾ കർണാടക ആ രൂപത്തിൽ സമരം നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ സമരം എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ചില ഉദ്ദേശം ഉണ്ടാവും. എന്നെ പറയാൻ അനുവദിക്കും. ആളുകൾ മനസ്സിലാക്കട്ടെ. നിങ്ങളെന്തിനാ എൻ്റെ വായി കയറിയിട്ട്? നിങ്ങൾ അല്ലാതെ തന്നെ 3 പേരെ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളടക്കം 4 പേരാവേണ്ട കാര്യമില്ല.
ഈ 3 പേർക്കെതിരായിട്ട് വർത്തമാനം പറയാൻ ഞാനല്ലേ ഉള്ളൂ. അതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെന്ന്. ഞാൻ പറയുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രൂപത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അവഗണനയും അടിസ്ഥാനപ്പെടുത്തി സുപ്രീം കോടതിക്ക് മുമ്പിൽ ഒരു സ്റ്റേറ്റ് പോയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അത്തരൊരു സംഭവം അറിയില്ല. ഭരണഘടനയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തോട് കാണിക്കുന്ന ഈ അന്യായം അവസാനിപ്പിക്കാൻ ഇടപെടണം ഭരണഘടനയുടെ 131 ആർട്ടിക്കിൾ അനുസരിച്ച് എന്നാവശ്യപ്പെട്ട ഒരു സ്റ്റേറ്റ് ഉണ്ടോ ഇന്ത്യയിൽ? വേറെ ഈ കേരളമല്ലാതെ ഇപ്പോഴും വേറൊരു സ്റ്റേറ്റ് ഉണ്ടോ? ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു മന്ത്രിസഭയും എം പിമാരും എം എൽ എമാരും ആകെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ പോയി സമരം നടത്തിയ പാരമ്പര്യമുണ്ടോ? ഇന്ന് കർണാടക അത് ചെയ്തു വന്നേ. ഞാൻ അങ്ങേ തടസ്സപ്പെടുത്തുകയല്ല, വസ്തുപരമായ വിഷയം ആവർത്തിക്കരുത്. ഇന്ന് കർണാടക അത് ചെയ്തു. എന്താ അത്? ആയിക്കോട്ടെ, അവിടുത്തെ അല്ല, രാജ്യത്ത് ആദ്യത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കരുത്, അത്രേ ഉള്ളൂ. പ്രഖ്യാപിച്ചത് മാത്രമല്ല, കോൺഗ്രസ് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഞങ്ങളാണെന്ന്. ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണഘടനയുടെ 131 വകുപ്പ് അനുസരിച്ച് ഇതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട ആദ്യത്തെ സ്റ്റേറ്റ് കേരളമാണ്. നിങ്ങൾ ഇതിനാ സത്യത്തിൽ കാണാതിരിക്കുന്നത്? സുപ്രീം കോടതിയിലെ കാര്യമല്ലല്ലോ ഞാൻ ഖണ്ഡിച്ചത്. കേരളമാണ്. അല്ലല്ല, ഈ രൂപത്തിൽ മന്ത്രിസഭ, എം എൽ എമാർ, എം പിമാർ ഇവരെല്ലാം ഒന്നടങ്കം കേന്ദ്രത്തിനെതിരെ സമരമുഖം തുറക്കുന്നത് നടാടെയാണെന്ന് പറയുന്ന തെറ്റ്, ആ റെക്കോർഡ് കർണാടക കൊണ്ടുപോയി. നിങ്ങൾക്ക് ആളുകൾക്ക് കേട്ടാൽ മനസ്സിലാവുന്നു. നിങ്ങളതിനതിന് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഭരണഘടന 131 ആർട്ടിക്കിൾ അനുസരിച്ച് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് സുപ്രീം കോടതിയിൽ ചെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ആദ്യ സ്റ്റേറ്റ് കേരളമാണ്. ഈ ഇന്ത്യ രാജ്യത്ത് എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിയുമടക്കം സമരം നടത്തും കേന്ദ്രത്തിന് മുമ്പിൽ എന്ന് പ്രഖ്യാപിച്ച ആദ്യ സ്റ്റേറ്റ് കേരളമാണ്. അതിനുശേഷം കർണാടക എത്തി എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. നിങ്ങളെന്തിനാ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അത്ര ഗൗരവമായൊരു സമരം തികമുട്ടിയിട്ട് ഒരു സംസ്ഥാനം, നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ശത്രുവൊന്നുമല്ലല്ലോ. നമ്മളെല്ലാം നൽകുന്ന നികുതി വെച്ചല്ലേ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത്. നമുക്ക് അവകാശപ്പെട്ട സമ്പത്തല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഇത്ര അന്യായമായൊരു നിലപാട് കേന്ദ്രം സ്വീകരിക്കുമ്പോൾ അതിനെതിരെ അതിരൂക്ഷമായൊരു സമരം, ഇന്ത്യ കണ്ടിട്ടില്ലാത്തൊരു സമരം ഇവിടെ ആരംഭിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ കേരളത്തിലെ മാധ്യമമായ 24-ന് ചുമതലയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ സമരം ദുർബലപ്പെട്ടിരിക്കുന്നു, ഈ സമരത്തിൽ പറയാൻ ശക്തിയില്ല, എന്താ പിന്നെ പോയിട്ട് അവിടെ വെടിവെക്കാനാണ് പോകുന്നത്? അല്ലല്ലോ. ഈ വിഷയം രാജ്യത്താകെ ചർച്ചാ വിഷയമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എല്ലാ മാധ്യമങ്ങളിലും. നിങ്ങൾ ദേശീയ മാധ്യമങ്ങൾ നോക്കുക, എത്ര ഗൗരവത്തോടെയാണ് അവർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആകെ സ്ഥാപിക്കേണ്ടത് എന്താ? ഇവർ BJPയുമായിട്ട് ചങ്ങാത്തത്തിലാണ്, അവർ എതിരായിട്ടൊന്നും പറയില്ല, അവർ പേടിച്ച് ഇവർ നിൽക്കുന്നു. ഇത് സ്ഥാപിക്കാനാണല്ലോ നിങ്ങൾ ചർച്ച. അല്ലെങ്കിൽ ചർച്ച നടത്തേണ്ട കാര്യം എന്താ? ഇന്ന് നടത്തേണ്ട ചർച്ച നാളെ കേരളം ഒറ്റക്കെട്ടായി നടത്തുന്ന ഇതിനെ അനുകൂലിച്ചുകൊണ്ടും ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടല്ലേ ആ രൂപത്തിലുള്ള പ്രതികരണമാകണമായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്ന് വരേണ്ടത്. അല്ലല്ല, അതല്ലാതെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പോലെയുള്ള കുറെ കാര്യങ്ങൾ പറയുക, അത് പറയണം. പക്ഷേ അതിനേക്കാൾ ശക്തമായി ഉയരേണ്ട ഒരു രാഷ്ട്രീയമായ നിലപാടുണ്ടായിരുന്നു. അതിന്റെ അഭാവമുണ്ടെന്നേ, അതിന്റെ അഭാവമുണ്ട്. അല്ലെന്നേ, അതിന്റെ അഭാവമുണ്ട്. ശ്രീ KVS ഹരിദാസ്, നാളത്തെ കേരളത്തിന്റെ ഈ പറയുന്ന രൂപത്തിലുള്ള സമരം നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? അതോ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ എന്താണ് നൽകുന്ന സൂചന? നിങ്ങളിൽ നിന്ന് ഒരു അഭ്യർത്ഥനയുമായി വരുന്നു, കേരളത്തിന് അർഹതപ്പെട്ടത് തരണേ എന്ന് പറഞ്ഞുകൊണ്ട്, ഒരർത്ഥത്തിൽ ഒരു യാചക സമരത്തിന്റെ സ്വഭാവത്തിൽ അങ്ങനെയുള്ള ഒരു നിലപാട്, അത്രയും ദുർബലമായൊരു ശബ്ദമാണ് മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് വരുന്നത് എന്നിപ്പോൾ BRM ഷഫീറും പറയുകയാണ്. എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുമ്പിലും നടത്തുന്ന ഒരു വലിയ സമരം അത് നിങ്ങൾ കണ്ടില്ലെന്നടിക്കരുത്. MP-മാരും മാത്രമല്ല, കേരളമാകെ നാളെ കേന്ദ്രത്തിനെതിരെ അണിനിരക്കുകയാണ്. ശരി, നടക്കട്ടെ. ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രീ KVS, കർണാടകത്തിൽ വരത്താ പറഞ്ഞത് കേരളത്തിന്റെ അതേ വികാരം കർണാടക മുഖ്യമന്ത്രി പിന്നെ കാണാൻ കഴിയില്ല. പ്രകാശ് മാഷ വരാം അങ്ങയിലേക്ക്. ശ്രീ KVS. ആയിക്കോട്ടെ. അല്ല വേണുയോ, ഈ പിണറായി സർക്കാരിന് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്ക് വേറെ എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു സംസ്ഥാനത്തെ തച്ച് തകർത്തു, അവരും അക്ഷരാർത്ഥത്തിൽ കടക്കെണിയിലാക്കി.
ഇനി ഇവർക്ക് എന്താ ചെയ്യുക? അതും കഴിഞ്ഞിട്ട് സുപ്രീം കോടതി കൊണ്ട് ഒരു ഹർജിയും കൊടുത്തു. സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്താൽ അതിൽ തീർപ്പാകുന്നത് വരെ കാത്തിരിക്കാനുള്ള ചുമതലയും ബാധ്യതയും ഇവർക്കില്ലേ? എന്നിട്ട് ഡൽഹിയിൽ പോയി സമരം നടത്തുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണോ, കോടതിയെ ബോധ്യപ്പെടുത്താനാണോ? അങ്ങനെയാണെങ്കിൽ ഇവർ ജന്തർ മന്ദിറിൽ നിന്ന് പ്രകടനം നടത്തേണ്ടത് സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതി ഹർജി പരിഗണിച്ച സമയത്ത് നടത്തിയ നിരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? കേന്ദ്ര സർക്കാർ വളരെ വിശദമായ ഒരു സത്യവാങ്മൂലവും കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി കോടതി തീർപ്പാക്കട്ടെ. കോടതി തീർപ്പാക്കുന്നവരെ കാത്തിരിക്കാനുള്ള സാമാന്യ മര്യാദ. ഇപ്പൊ ഞാനും നിങ്ങളുമൊക്കെ കോടതിയിൽ ഒരു ഹർജിയുമായിട്ട് പോയാൽ അതിൽ തീർപ്പാക്കുന്നത് വരെ കാത്തിരിക്കാതെ പൊറാട്ട് നാടകം കളിക്കുകയാണോ ചെയ്യുന്നേ? ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്നത് അത്തരത്തിലുള്ള നാടകമല്ലേ, രാഷ്ട്രീയ നാടകമല്ലേ? ഇവർക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. വസ്തുതകൾ ഇവർക്ക് അറിയാം. നയ പൈസ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനില്ല എന്ന് ഇവർക്കറിയാം. വേണൊരു കാര്യം മറക്കരുത്, ഇന്നലെയാണോ മിനിയാന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ ഇടുക്കി MP-ക്ക് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഒരു മറുപടി കൊടുത്തു ലോകസഭയിൽ. ഇവർ പറയുന്ന 55,000-ന്റെയും 60,000-ന്റെയും ഒക്കെ കണക്കാ ചോദിച്ചത്. ഒരു നയ പൈസ കേന്ദ്രം കേരളത്തിന് ഇനി കൊടുക്കാനില്ല. കേരളത്തിന് അർഹപ്പെട്ടത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ ഒരു കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഇന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ ധനകാര്യമന്ത്രിയും ഇക്കാര്യം ആവർത്തിച്ചു. ഇവര് അങ്ങനെയാണെങ്കിൽ ഈ ധനകാര്യമന്ത്രിക്കും ധനകാര്യ സഹമന്ത്രിക്കും എതിരെ പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യട്ടെ. അവർ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാൻ വേണു. ഇവർ ഈ 55,000-ന്റെയും 60,000-ന്റെയും ഒക്കെ കണക്ക് പറയും, കോടികളുടെ കണക്ക് പറയുന്നുണ്ടല്ലോ. ഇത്രയും പൈസ കിട്ടാനുണ്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒരു കത്ത് അയച്ചിട്ടുണ്ടോ പ്രധാനമന്ത്രിക്കോ ധനകാര്യമന്ത്രിക്കോ? നമ്മുടെ ധനകാര്യമന്ത്രി ഒരു കത്ത് അയച്ചിട്ടുണ്ടോ കേന്ദ്രത്തിന്? ഞങ്ങൾക്ക് ഇന്ന വകയിൽ ഇത്ര പൈസ, ഈ 55,000-ന്റെ കണക്ക് തന്നെ വെച്ചോളൂ. എവിടെ കത്ത് അയച്ചിട്ടുണ്ടോ? ആ കത്തുണ്ടെങ്കിൽ അവര് പബ്ലിക് ഡൊമൈനിൽ വെക്കട്ടെ. ഇതുവരെ കത്ത് എഴുതിയിട്ടില്ല. അല്ലല്ല, ഈ 53,000 കോടി എന്ന ഒരു രൊക്കക്കണക്കിന്റെ കത്ത് അയച്ചിട്ടുണ്ടാകില്ലായിരിക്കാം. കാരണം അങ്ങനെയല്ല അത് അവതരിപ്പിക്കേണ്ടത്. പക്ഷെ കേന്ദ്ര ധനമന്ത്രിക്ക് കത്ത് അയച്ചിട്ടുണ്ട്. ബാലഗോപാലിനെ അങ്ങ് വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങേക്ക് വിശ്വസിക്കാം. ആ കത്ത് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരട്ടെ എന്നവര്. കാരണം ഇവരെന്ത് പ്രസിദ്ധീകരണം, എന്ത് കത്തയച്ചാലും അത് പത്രങ്ങൾക്ക് കൊടുക്കാറുണ്ട്. പബ്ലിക് ഡൊമൈനിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന ശീലമുള്ളവരില്ലേ, അത് അവർ വിടട്ടെ. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല വേണു, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ആവശ്യം കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല എന്ന് ധനകാര്യമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞതും നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയാണ് ഇവർ നിശ്ചയിക്കാത്തത്? ഇവർക്ക് ഒന്നും കിട്ടാനില്ല. നമുക്ക് വേണം ഒരു കാര്യം കൂടി ഓർക്കണം. 2016 വൈറ്റ് പേപ്പറിൽ തോമസ് ഐസക്കിന്റെ കാലഘട്ടത്തിൽ ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഒരു സാമ്പത്തിക അവലോകനം ഇവർ നടത്തിയിട്ടുണ്ട്. കേരളം എത്ര പരിതാപകരമായ അവസ്ഥയിലാണ്, ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് 8 കൊല്ലായി. ഇവരെന്ത് നടപടി സ്വീകരിച്ചു കേരളത്തെ രക്ഷപ്പെടുത്താൻ? ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. അല്ലല്ല, അങ്ങനെ കേരളത്തിന് നടപടിയെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള നടപടികൾ എന്തൊക്കെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്ന് മുഖ്യമന്ത്രി നക്കമിട്ട് നിരത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങ് അത് കേട്ടിട്ടുമുണ്ടാകുമല്ലോ. ഞാൻ അങ്ങയിലേക്ക് വരാം. ഡോക്ടർ VK വിജയകുമാർ, നാളത്തെ കേരളത്തിന്റെ സമരം കൊണ്ട് കേരളം ഇപ്പോൾ നേരിടുന്ന കേന്ദ്ര അവഗണനയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു പരിഹാരമാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കണക്കുകൾ സഹിതമാണ് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. അത് സത്യസന്ധമായ കണക്കുകൾ തന്നെയല്ലേ? ഇതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ഈ പ്രശ്നം, ധനകാര്യമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. കേന്ദ്രത്തിൽ നിന്ന് തീരെ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. സുപ്രീം കോടതിയിലുള്ള കേസാണ്, അത് കാരണം അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നതിൽ ശരിയില്ല. എങ്കിലും ഒരു രാജ്യത്തിൻ്റെ മാക്രോ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമായത് കാരണം ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് അതിലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏതായാലും ജഡ്ജ്മെൻറ്റ് വരട്ടെ. മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയമായ
ശതമാനങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഐ വിൽ കൺഫൈൻ മൈസെൽഫ് ടു ദി ഇക്കണോമിക് ഡയമെൻഷൻ. മുഖ്യമന്ത്രി ഇന്ന് പറയുണ്ടായി 17 സംസ്ഥാനങ്ങൾക്ക് ലാളന, അതായത് എൻ ഡി എ സഖ്യകക്ഷികളൊക്കെ ഭരിക്കുന്ന ബി ജെ പിൻ്റെ സഖ്യകക്ഷികളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലാളനയാണ്, അല്ലാത്ത ഇപ്പോൾ കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് പീഡനം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം. അത് തന്നെ തെറ്റാണ്. കാരണം NDA ഭരിക്കാത്ത സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഒഡീസയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഈ 2 സംസ്ഥാനങ്ങളും ഈ സമരത്തിലൊന്നും തന്നെയില്ല. മാത്രമല്ല അവർ ഞങ്ങൾക്കെതിരായിട്ടുള്ള വിവേചനമുണ്ട് എന്ന് പറഞ്ഞിട്ട് സത്യാഗ്രഹം ഇരിക്കാൻ വരുന്നില്ല. വാസ്തവത്തിൽ ഒഡീസയ്ക്ക് എതിരായിട്ട് കാര്യമായിട്ടുള്ള വിവേചനം ഉണ്ട് എന്നുള്ളത് അവിടെ ഇക്കണോമിക് സർക്കിൾസിൽ ഡിസ്കഷൻ ഉണ്ട്. നമ്മൾ കേരളത്തിലൊന്നും കാണാറില്ല. ബിസിനസ് ചാനൽസിലൊക്കെ തന്നെ അവർ ചില ഇക്കോണമിസ്റ്റുകളൊക്കെ വന്ന് പറഞ്ഞു. കാരണം അവർ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ, കേരളത്തിൻ്റെ പൊതുധനകാര്യ മിസ്മാനേജ്മെൻറ്റ് കാരണം, ചെലവിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാത്തത് കാരണം കണ്ടമാനം കടം പെരുകി, ആ കടം പെരുകി, കമ്മി വർദ്ധിച്ചു. അങ്ങനെ റവന്യൂ കമ്മി പരിഹരിക്കാൻ വേണ്ടിയിട്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടി. ആ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതേ സമയത്ത് ഒഡീസ ഒരു ദരിദ്ര സംസ്ഥാനമാണ് കേരളത്തെ അപേക്ഷിച്ചെങ്കിലും കൂടി തന്നെ അമിതമായിട്ടുള്ള ചെലവ് നടത്തിയില്ല, ദൂർത്തൊന്നും നടത്തിയിട്ടില്ല. 2 കൊല്ലം ജോലി ചെയ്താൽ ആജീവനാന്ത പെൻഷനൊന്നും തന്നെ കൊടുക്കുന്നില്ല. 5 കൊല്ലം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുന്നില്ല. അതുകൊണ്ട് റവന്യൂ കമ്മിയില്ല. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അവിടുത്തെ ഇക്കോണമിസ്റ്റ് എന്താ പറഞ്ഞറിയോ, അവരുടെ ഗവൺമെൻറ്റിനോട് പറഞ്ഞത്, കേരളം ചെയ്യുന്ന പോലെ നമ്മൾ കുറച്ച് ദൂരത്തൊക്കെ നടത്തിയിട്ട്, കൂടുതൽ ചെലവ് നടത്തിയിട്ട്, കമ്മി ഉണ്ടാക്കിയിട്ട് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് വാങ്ങിക്കണം. ഇത് വിവേചനമാണ്. നമ്മൾ മാറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒഡീസയ്ക്ക് ഒരു ന്യായമായിട്ടുള്ള ആർഗ്യുമെൻ്റാണ് വിവേചനം ഉണ്ട് എന്നുള്ളത്. അത് ഒരു ലാളനം അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമല്ലല്ലോ, പ്രതിപക്ഷത്തുള്ള സംസ്ഥാനമല്ലേ. ഡോക്ടർ വി.കെ. വിജയകുമാർ, അങ്ങ് നമ്മുടെ ഈ പറയുന്ന റവന്യൂ ചെലവിന്റെ കാരണമായി കാണുന്നത് ധൂർത്താണോ? കേരള മോഡൽ എന്ന് പറയുന്നത് ഈ പറയുന്ന അങ്ങേക്ക് വ്യക്തമായി അറിയുന്നത് പോലെ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളുടെ മുഴുവൻ വിഭാഗങ്ങളെയും പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് സാമൂഹ്യ പരിരക്ഷ നൽകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അത് റവന്യൂ ചെലവാണ്. അത് നാം ധൂർത്തടിച്ചതിന്റെ ഭാഗമായി നമുക്ക് സംഭവിക്കുന്നതാണോ? അതെ. അല്ലല്ല, അത് ധൂർത്താന്ന് ഞാൻ പറഞ്ഞില്ല. ധൂർത്തുകൾ ധാരാളം ഉണ്ടല്ലോ, ഒരുപാട് ധൂർത്തുകളുണ്ട്. അതിലൊരു ഉദാഹരണമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ കൊടുക്കുക എന്നുള്ളത് ധൂർത്തല്ലേ? വേണുവിന് എതിരഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. പ്രധാനമായിട്ട് ഞാൻ ഈ ധൂർത്തിലേക്ക് പോവാതെ ഞാൻ പ്രധാനമായിട്ട് ഈ ക്രൈസിസ് ഉണ്ടാക്കിയ കാര്യം പറഞ്ഞുതരാം. ഈ ക്രൈസിസ് ഉണ്ടായത് ഈ കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ കിട്ടാനുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അധികമായിട്ട് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന 57,400 രൂപ, അതാണ് എപ്പോഴും നമ്മുടെ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പറയേണ്ടായിട്ടുണ്ട്. അതല്ല വാസ്തവത്തിൽ ഈ പ്രതിസന്ധിക്കുള്ള മൂല കാരണം. 2020-21 20 വർഷത്തിൽ കോവിഡിൻ്റെ മൂർധന്യാവസ്ഥയിൽ ജനങ്ങൾ ലോക്ക്ഡൗണൊക്കെ കാരണം ബുദ്ധിമുട്ടുന്ന സമയത്ത് മറ്റ് സർക്കാരുകളോ കേന്ദ്രമോ ചെയ്യാത്ത രീതിയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി. ഞാൻ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിന് വിരോധമുള്ള ആളൊന്നുമല്ല. സർക്കാരിൽ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള ക്ലാസ് 4 ജീവനക്കാർക്കും വേണമെങ്കിൽ 50,000 രൂപ മിനിമം ശമ്പളം കൊടുത്തോട്ടെ. അതിന് പണം വേണം. പണം ഉണ്ടെങ്കിൽ മാത്രമേ ചെലവ് ചെയ്യാൻ പാടുള്ളൂ. 2021 46,670 കോടി രൂപയായിരുന്നു നമ്മുടെ ശമ്പള പെൻഷൻ ചെലവ്. ഈ ശമ്പള പരിഷ്കരണം കൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ട് പിറ്റത്തെ വർഷം അത് 71,392 കോടി രൂപ. ബജറ്റിലെ കണക്കാണ് പറയുന്നത് കേട്ടോ. അതായത് വർധനവ് എത്രയുണ്ടായത്? 24,722 കോടി രൂപയുടെ വർധനവ് ഒറ്റ വർഷം. പിന്നീട് വർഷങ്ങളിലും ഈ ശമ്പള പെൻഷൻ്റെ ചെലവ് 65,071 കോടി രൂപ, 68,281 കോടി രൂപ. അതായത് 2021 അപേക്ഷിച്ച് ഈ 3 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള അധിക ചെലവ്, ഞാനത് വീണ്ടും ആവർത്തിച്ച് പറയാണ്, അഡീഷണൽ എക്സ്പെൻഡിച്ചർ. വിജയകുമാർ സാറേ, അങ്ങീ പറയുന്നത് പോലെ കോവിഡിന്റെ കാലമാണ്, അതുകൊണ്ട് ശമ്പള പരിഷ്കരണം ഒരു ധൂർത്തായിരുന്നു എന്നാണോ? ശമ്പള പരിഷ്കരണം 5 വർഷം നടപ്പാക്കുന്നു, അത് കേരളത്തിന്റെ സവിശേഷതയാണെന്ന് പറയുന്നു. അതിനെ ദോഷത്തോടെയും കാണാം. പക്ഷെ അങ്ങനെയല്ലാതെ പൊതുമേഖല എന്ന് പറയുന്ന സംവിധാനത്തെയാണ് നാം കൂടുതലായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി പൊതുസേവനമാണ്, അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും വരുന്ന വേതനമാണത്. അങ്ങനെ കൂടെ നമുക്കതിനെ കാണാമല്ലോ. അതല്ലാതെ എല്ലാ സേവനങ്ങളും സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ വേണ്ടി വരില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ കേരള മോഡൽ എന്ന് പറയുന്നത്. അതല്ലല്ലോ വേണു. എല്ലാ കാര്യങ്ങളും സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു ഇത് മറ്റ് സംസ്ഥാനങ്ങളിലും ഉണ്ടല്ലോ. അല്ല, സർവീസ് മേഖല എന്ന് പറയുന്നത് ശക്തമായിരിക്കണം. അതിലൊരു പൊതു താല്പര്യമുണ്ട് അല്ലേ?
അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ പറയുന്ന വേതനങ്ങൾ, അതിൻ്റെ 5 വർഷം കൂടുമ്പോഴുള്ള പരിഷ്കരണം, അത്തരം കാര്യങ്ങളൊക്കെ ഒരു സ്വാഭാവികതയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ മാതൃകാപരമായ ഒരു സവിശേഷതയായിട്ടല്ലേ അതിനെ കാണേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഇതുവഴി ബലപ്പെടുന്നത് പൊതുമേഖലയാണല്ലോ, സേവന മേഖലയാണല്ലോ, അതിൽ തർക്കമുണ്ടോ അങ്ങേക്ക്? അല്ല, തർക്കമുണ്ട്. ഈ 64,000 ചില്ലാനം അഡീഷണൽ എക്സ്പെൻഡിച്ചർ 3 വർഷം കൊണ്ടുണ്ടായി. എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ ഉണ്ടായില്ല? എന്തുകൊണ്ട് കർണാടകത്തിൽ ഉണ്ടായില്ല? തമിഴ്നാട്ടിൽ അവർ 2017 സാറേ, തമിഴ്നാട് എന്ന് പറയുന്നത് അത്ര ശക്തമായി വ്യാവസായികോൽപാദനം ഉൾപ്പെടെയുള്ള മേഖലകളാണ് ശക്തമായി നിൽക്കുന്നത്, അല്ലേ? കാർഷിക മേഖലയും. നമുക്കങ്ങനെയല്ലല്ലോ. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഒരു സവിശേഷത തന്നെ അതാണല്ലോ. അതായത് നമ്മെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞ ഖനവ്യവസായം, അത്തരം ഒരു മേഖലകളും ഇല്ല. അതൊക്കെ നമ്മുടെ ഒരു ഉയർന്ന സാമൂഹ്യ ബോധം കൊണ്ട് ഉണ്ടാകുന്ന ഒരു സമീപനവും കൂടിയാണ്. അപ്പം നാം എന്താണ് ചെയ്യുന്നത്? ഇപ്പം തന്നെ നാം എന്താ പ്രധാനമായി നോക്കുന്നത്? വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയല്ലേ? അത് തമിഴ്നാട് ആലോചിക്കുന്നുണ്ടോ? വിജ്ഞാന സമൂഹമായി നാം മാറി അതുമായി ബന്ധപ്പെട്ടൊരു സാമ്പത്തിക കാഴ്ചപ്പാടിലേക്കാണ് നാം പോകുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. അത്തരം വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തായാലും പ്രാഥമികമായ അങ്ങോട്ട് ഒരു വിലയിരുത്തൽ വരികയുണ്ടായല്ലോ. ശ്രീ BRM ഷഫീർ, ഈ സാങ്കേതിക വശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വരാം. വിജയകുമാർ സാറേ, സാങ്കേതികമായ വശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഇവിടെ ഒരു രാഷ്ട്രീയ നിലപാട് ശ്രീ M പ്രകാശൻ മാസ്റ്റർ വയ്ക്കുകയുണ്ടായി. എവിടെയാണ് പ്രതിപക്ഷം? ഇപ്പോൾ ഇന്ന് കർണാടക അവിടെ ചെന്നല്ലോ, അവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ രാജ്യസഭയിൽ ഉൾപ്പെടെയുള്ള MP-മാരെ വെച്ചുകൊണ്ട് 5 MP-മാരാണ് അതിനകത്തുള്ളത്, അല്ലേ? അവിടെ കർണാടകത്തിലാകെ ഒരു കോൺഗ്രസ് MP ഉള്ളൂ ലോക്സഭയിലേക്ക്, ബാക്കി മുഴുവൻ BJP ആണ്. അവരെ പറ്റി എന്താണ് സിദ്ധരാമയ്യയും ശിവകുമാറും ഒക്കെ പറഞ്ഞത്? ഇവിടെ പിണറായി വിജയൻ ഇവിടെ നിന്നുള്ള 18 UDF MP-മാരെ പറ്റി പറയുന്ന അതേ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരേ തൂവൽ പക്ഷികളാകുന്നത് ആരാണ്? 2 കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ ഇവരോടൊപ്പം സഹകരിക്കാത്തത്. അത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള അന്ധമായ വിരോധം കൊണ്ടൊന്നുമല്ല, അങ്ങനെ വേണു കാണണ്ട. ഇവിടെ 2 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് സാമ്പത്തികമാണ്, മറ്റൊന്ന് രാഷ്ട്രീയമാണ്. സാമ്പത്തികത്തിൻ്റെ പ്രശ്നം ഞാൻ രണ്ടാമത് പറയാം. ആദ്യത്തെ പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഇവർ കേന്ദ്രത്തിനെതിരായി സമരപ്രഖ്യാപനം നടത്തുന്നു. അത് വേണുവിനും അറിയാം, സമരപ്രഖ്യാപനമാണ്. എന്നാൽ സമരപ്രഖ്യാപനം എങ്ങനെയാണ് സമ്മേളനമായി മാറിയത്? സമ്മേളനമായി പരിവർത്തനപ്പെടുത്താനുള്ള രാഷ്ട്രീയ കാരണം എന്തെന്ന് വിശദമാക്കേണ്ടത് പിണറായി വിജയൻ. അല്ലല്ല, പിണറായി വിജയൻ അത് പറഞ്ഞിട്ടുണ്ട്. വിവിധ നേതാക്കളെ വിളിച്ചു കൂട്ടുന്ന ആദ്യഘട്ടം സമ്മേളനം, അതിനുശേഷം സമരം. സർ, ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഞങ്ങൾ പ്രാഥമികമായ ഒരു സമ്മേളനം നടത്തുന്നു, അതിലും ഇതൊരു സൂചനയാണ്, അതിനുശേഷം ഞങ്ങൾ സമരമാർഗങ്ങൾ സ്വീകരിക്കും എന്നല്ലല്ലോ പറഞ്ഞത്. നാളത്തെ പരിപാടിക്ക് 2 ഘട്ടമുണ്ട്. ഒന്ന് സമ്മേളനം, പിന്നെ സമരം. ഇപ്പൊ നിങ്ങളിപ്പോ കർണാടക അവിടെ ഇപ്പൊ പോയി പ്രതിഷേധം നടത്തിയല്ലോ. കോൺഗ്രസിന്റെ കൊടി ഉപയോഗിച്ചോ? കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ചോ? ഒന്നുമില്ല. സർക്കാർ എന്ന ലേബലിലാണ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, അല്ലേ? അങ്ങനെ കാണാമല്ലോ ഇതിനെയും. ആദ്യഘട്ടത്തിൽ ഇന്ത്യയുടെ പിന്തുണ എന്ന രൂപത്തിൽ വിവിധ കക്ഷികളുടെ പങ്കാളിത്തം. അവിടെയും ഖാർഗെയില്ല, അല്ല BRM അവിടെയും ഖാർഗെയില്ല. ഇന്ന് പ്രധാനമന്ത്രിക്ക് മറുപടി പറയുമ്പോൾ ഖാർഗെ 2 സംസ്ഥാനങ്ങളെയാണ് ചൂണ്ടിക്കാട്ടിയത്. ഈ കേന്ദ്രം കർണാടകത്തോടും കേരളത്തോടും മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നു, അല്ലേ? പക്ഷേ നാളെ കേരളത്തിന്റെ സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആരാണ്? മോദി മുഖം തിരിഞ്ഞു നിൽക്കും. ശത്രുപക്ഷത്താണല്ലോ. നിങ്ങൾ ഇപ്പുറത്തെ പക്ഷത്താണെന്നല്ലേ പറയുന്നത്? മുഖം തിരിഞ്ഞു നിൽക്കുന്നല്ലോ ഖാർഗെ. പിണറായി പറഞ്ഞല്ലോ, ആവർത്തിച്ച് വിളിച്ചിട്ടുണ്ട് എന്ന്. വരുന്നില്ലല്ലോ. അങ്ങ് പറഞ്ഞോളൂ. ശരി, നിങ്ങൾ എനിക്ക് ആദ്യം തന്നത് 1 മിനിറ്റാണ്. ഞാനതങ്ങ് പാലിച്ചു. എന്നെ പറയാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എന്നെ അങ്ങ് ഒഴിവാക്കിക്ക് ചർച്ച ചെയ്യുന്നു. ഞാൻ രാഷ്ട്രീയ കാരണവും സാമ്പത്തിക കാരണവും പറഞ്ഞതിന് ശേഷം എനിക്ക് അവസരം തന്നില്ലെങ്കിൽ വേണ്ട. എൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. എൻ്റെ കൺസേൺ ഇങ്ങനെയാണ്. ആദ്യം അവർ സമരം പ്രഖ്യാപിച്ചതിന് ശേഷം അത് സമ്മേളനമാക്കി പരിവർത്തനപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു വാദം ആർക്കെങ്കിലും ഉണ്ടോ? ഞങ്ങൾ എന്താ കർണാടക ചെയ്തെന്താ? ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾ ആദ്യമായി സൂചനാ സമരം, അത് സമ്മേളനമല്ല. ഇവർ പ്രഖ്യാപിച്ചെന്താ? സമ്മേളനമല്ല പ്രഖ്യാപിച്ചത്, സമരം. ഇപ്പോഴെന്തായി? സമരം രൂപം മാറി സമ്മേളനമാക്കി പരിവർത്തനപ്പെടുത്തി. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അങ്ങ് തുടർന്നോളൂ. അല്ലല്ല, അങ്ങയുടെ അവസരമൊന്നും കളയുകയല്ല, അങ്ങ് തുടർന്നോളൂ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നാളെ ഈ ജന്തർ മന്ദറിൽ ആദ്യഘട്ടത്തിൽ എത്തുന്ന പാർട്ടികളുടെ പേര് പറയാം. നിങ്ങൾ മുഖതിരിഞ്ഞ് നിൽക്കുകയാണെങ്കിലും DMK, RJD, AP, JMM, NCP, നാഷണൽ കോൺഫറൻസ്, ഇവരൊക്കെ കൂടെ സമരത്തിനാ വരിക? അങ്ങനെയാണോ? ഇത് ഒരു പൊതു ആവശ്യമുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഐക്യപ്പെടലുണ്ട്. ആ ഘട്ടം കഴിയുന്നു, പിന്നെ സമരം. എന്താ അങ്ങനെ കാണാൻ പ്രയാസം? എന്നാ പിന്നെ ആദ്യത്തെ സമ്മേളനത്തിന് നിങ്ങൾ വരാൻ ഞാൻ എന്താ? അല്ല, ഒരു സെക്കൻഡ്. ആദ്യത്തെ സമ്മേളനത്തിന് വരാൻ ഞാൻ എന്താ? സമരമല്ല. സമ്മേളനത്തിന് വരാത്ത ഞങ്ങൾ അല്ല വരട്ടെ. അതിനു മുമ്പ് വേറൊരു സമ്മേളനം നടന്നല്ലോ. വേണു ഒന്ന് കേൾക്ക്. വേണുവിന്റെ രക്തം അന്ന് തിളച്ച് കണ്ടില്ലല്ലോ.
വേണുവിനറിയോ, ഇന്ത്യ രാജ്യത്ത് 4400 കിലോമീറ്റർ ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ, ഭരണഘടന സംരക്ഷിക്കാൻ, ന്യൂനപക്ഷങ്ങളുടെയും ഭൂരിപക്ഷത്തിന്റെയും അവകാശങ്ങളെ ഒരുപോലെ കാണാൻ, ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കേന്ദ്ര നയങ്ങൾക്കെതിരായി രാഹുൽ ഗാന്ധി നടത്തിയ കാൽനട പ്രചരണ ജാഥ ഭാരത് ജോഡോ യാത്ര. ആ ഭാരത് ജോഡോ യാത്രയുടെ സമാപനം കശ്മീർ. 28 പാർട്ടികൾക്ക് ഞങ്ങൾ കത്തയച്ചു. അയച്ചത് ഇതേ മല്ലികാർജ്ജുൻ ഖാർഗെ. വരേണ്ടത് സീതാറാം യെച്ചൂരി. വരാത്ത ഒരേ ഒരു പാർട്ടി ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്നും ഇല്ല എന്നും പറയപ്പെടുന്ന CPM. വരാത്ത നേതാവ് സീതാറാം യെച്ചൂരി. തടഞ്ഞത് പിണറായി വിജയൻ. എന്ത് കാരണം? അന്ധമായ കോൺഗ്രസ് വിരോധം. അന്ന് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള ആളുകൾ വരുമ്പോൾ സീതാറാം യെച്ചൂരിയെ തടഞ്ഞവർ ഈ രാഷ്ട്രീയവും ഈ പറയപ്പെടുന്ന കാര്യങ്ങളും അന്ന് കാണിച്ചില്ലല്ലോ. കാണിച്ചോ? വേണുവിന്റെ പിന്നെ ആ ചോദ്യം അങ്ങോട്ട് കൊടുക്കും. ഭാരത് ജോഡോ യാത്ര പോലെയാണോ ഈ വിഷയം? രൂപീകരിക്കുന്നു. ശരി, ഒരു മിനിറ്റ് സാർ പറയട്ടെ. സാർ രാഷ്ട്രീയമല്ലേ സാർ, പറയട്ടെ. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നു. എന്തിനാ ഇന്ത്യ മുന്നണി? ഫെഡറലിസം ശക്തിപ്പെടുത്താൻ, ഭരണഘടന നിലനിൽക്കാൻ. ഈ ഫെഡറലിസം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് സ്റ്റേറ്റുകളുടെ സാമ്പത്തിക അവകാശങ്ങൾ. ഫെഡറലിസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ അതിൽ ചേരാത്ത ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ. മുന്നണിയിലേക്ക് ആളിനെ അയക്കാത്ത, കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് ആളിനെ അയക്കാത്ത ഒരേ ഒരു പാർട്ടി CPM. എന്താ അയക്കാത്ത കാരണം? കാരണക്കാരൻ പിണറായി വിജയൻ. എന്താ കാരണം? അന്ധമായ കോൺഗ്രസ് വിരോധം. എന്താ കാരണം? നരേന്ദ്രമോദിയോടും അമിത്ഷായോടും ഒപ്പമുള്ള അനുഭാവം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എന്തുകൊണ്ടാണെന്ന് അറിയോ വേണു? സമ്മേളനം, സംഘർഷാത്മകമായ സമരം സമ്മേളനമായി എന്താണെന്ന് അറിയോ? 2 കാരണങ്ങൾ. ഒന്ന്, മകളുടെ എക്സാലോജിക്കൽ കമ്പനിക്കെതിരായിട്ട് കോർപ്പറേറ്റ് മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന അന്വേഷണത്തിന്റെ കാലാവധി 4 മാസം എന്ന് പറഞ്ഞാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം കൂടി നോക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ വിട്ടുകൊടുത്തില്ല എങ്കിൽ, തൃശ്ശൂരിൽ ജയിപ്പിച്ചു കൊടുത്ത CPMന്റെ കടർമാർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തില്ല എങ്കിൽ മകൾ അകത്തു പോകും എന്നുള്ള സൂചന. ഒന്ന്. രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. കേസ് ഒരു സെക്കൻഡ്. ആദ്യത്തെ ആർഗ്യുമെന്റിൽ ഊന്നു നിൽക്കുന്നത് വസ്തുതാപരമായ വിഷയമാണെങ്കിൽ ചൂണ്ടിക്കാണമല്ലോ. ആദ്യത്തെ അന്വേഷണ സംഘത്തിനാണ്. 4 മാസം. SFIയുടെ അന്വേഷണം 8 മാസമാണ്. SFIയുടെ അന്വേഷണം 8 മാസം. വേണു കേൾക്കണം. ലാവ്ലിൻ കേസിന്റെ ഹിയറിംഗ് മെയ് മാസം 1, 2 തീയതികളിലേക്ക് മാറ്റി. എന്താ ഏപ്രിൽ മെയ് മാസത്തിന്റെ പ്രത്യേകത? ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലാവ്ലിൻ കേസിന്റെ വിചാരണ 1, 2 തീയതികളിലേക്ക് സോളിസിറ്റർ ജനറൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഇല്ല, ഇതൊക്കെ തെറ്റാണ്. അല്ലല്ല. സോളിസിറ്റർ ജനറൽ മെയ് അല്ല പറഞ്ഞത്. കാര്യങ്ങൾ നോക്കിയിട്ട് വരണം. ഇല്ല, കോടതിയാണ് പറഞ്ഞത്. മെയ് 1 എന്നത് കോടതിയാണ് പറഞ്ഞത്, സോളിസിറ്റർ ജനറൽ അല്ല. ഏപ്രിലിലെ തീയതികളാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. ഏപ്രിലിലെ തീയതികളാണ് സോളിസിറ്റർ ജനറൽ പറഞ്ഞത്. വേണുവിന് അറിയാമോ? ഒരു മിനിറ്റ്. കേസ് ലിസ്റ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയാമോ വേണു? ഒരു കാര്യം പറഞ്ഞുതരാം. കോടതി ചോദിക്കും കേസ് ലിസ്റ്റ് ചെയ്യാമോ. ആദ്യം ആരാണോ സോളിസിറ്റർ ജനറൽ അഥവാ പബ്ലിക്കിന്റെ പ്രോസിക്യൂട്ടർമാരുമായി ബന്ധം വരുന്നവർ ആര്, അല്ലെങ്കിൽ അറ്റോർണി അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ ചോദിക്കും എന്നാവാം, ഒരു ഡേറ്റ് പറയും. അതിനുശേഷം പ്രതിഭാഗത്തോട് ചോദിക്കും എന്നാവാം, അവരും ഒരു ഡേറ്റ് പറയും. അവർക്ക് 2 പേരുടെയും കൺവീനിയൻസ് ആയിട്ടുള്ള ഡേറ്റ് എടുക്കും. 2 പേരും ഇൻകൺവീനിയന്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡേറ്റ് പറയും. ഞാൻ വരാം ശ്രീ BRM. എനിക്ക് 8:30 മുമ്പ് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അല്ലാതെ അങ്ങയുടെ അവസരം ഞാൻ തടയുകയല്ല. അങ്ങനെ സഹകരിക്കുക. BRM ഷഫീർ അങ്ങേക്ക് പൂർത്തിയാക്കാം. അല്ല, ഞാൻ പറഞ്ഞത് അതാണ് അതിന്റെ പൊളിറ്റിക്കൽ റീസൺ. അപ്പോൾ അതാണ് ഒന്ന്. 2, ബഹുമാന്യ പ്രകാശൻ പറയേണ്ടത് 51,000 കോടി രൂപയുടെ ഇത് പണം നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്ന് പറയുന്നു. ഏത് വകുപ്പുകളിലാണ് അത് കിട്ടേണ്ടത്? താങ്കൾ തുറന്ന് പറയണം. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 3,808 കോടി രൂപയാണ് ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളത്. 500 കോടി രൂപ പെൻഷൻ്റെ പൈസ, അവരുടെ പെൻഷൻ്റെ കേന്ദ്രത്തിൻ്റെ വിഹിതം ഈ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കാകെ കിട്ടാനുള്ളത് 3,100 കോടി രൂപയാണ്. ഇത് ഞങ്ങളുടെ പഠനമാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അതിനകത്ത് ആ വിവരം നിങ്ങൾക്ക് പറയാം. ഒന്ന്, നിങ്ങൾ നോക്കേണ്ടത് GST നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ഞങ്ങളത് പരിശോധിച്ചു. എന്താണ് GST നഷ്ടപരിഹാരം? നിങ്ങൾക്ക് തന്നെ അറിയാം, വേണുവിനും അറിയാം, ഇവിടെ ഇരിക്കുന്ന സാമ്പത്തിക വിദഗ്ധനും അറിയാം. ഓരോ കൊല്ലവും കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് GST നഷ്ടപരിഹാരം. അഥവാ ആദ്യ കൊല്ലം കിട്ടുന്നതിൻ്റെ പകുതിയെ രണ്ടാമത് കിട്ടുള്ളൂ, രണ്ടാമത് കൊല്ലം കിട്ടേണ്ടതിൻ്റെ പകുതിയെ അടുത്ത കൊല്ലം കിട്ടുള്ളൂ. ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. 2023 കൂടി GST നഷ്ടപരിഹാരത്തിൻ്റെ കുടിശ്ശിക കൊടുക്കേണ്ടതില്ല എന്ന് കേന്ദ്രം തീരുമാനിച്ചു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇപ്രാവശ്യം തന്നെ ഏറ്റവും കുറഞ്ഞത് ആദ്യഘട്ടത്തിൽ 19,891 കോടിയും
രണ്ടാമത്തെ പ്രാവശ്യം 4749 കോടിയും മൂന്നാമത്തെ പ്രാവശ്യം 8000 കോടിയും പിന്നെ ഒരു 3000 കോടിയും ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. GST നഷ്ടപരിഹാര ഇനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി കിട്ടാനുണ്ടെങ്കിൽ ആ കണക്ക് നിങ്ങൾ പറയണം. ഞാനിത് പൊതുജന മധ്യത്തിൽ നിങ്ങളെ വെല്ലുവിളിച്ച് പറയാണ്. ഞങ്ങൾ കേന്ദ്രത്തിൻ്റെ ആളൊന്നുമല്ല, ഞങ്ങൾക്കും കൂടി ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. പ്രതിപക്ഷ നേതാവ് ഇതിനെ നിയമസഭയിൽ ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഞങ്ങൾക്ക് കൂടി ഒന്ന് മനസ്സിലാക്കാൻ. രണ്ടാമത്തെ കാര്യം, വായ്പാ പരിധി വെട്ടിക്കുറച്ചോ നിങ്ങൾ പറഞ്ഞു. വായ്പാ പരിധിയുടെ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ GDP അടിസ്ഥാനത്തിലാണ് ഇത് കണക്കാക്കുന്നത്. 4% GDP ഉണ്ടായിരുന്നത് 3% കുറയുമ്പോൾ നിങ്ങൾക്ക് വായ്പാ പരിധി എടുക്കാനുള്ള എമൗണ്ട് കുറയും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ? അഥവാ ഈ സംസ്ഥാനത്ത് നിങ്ങളുടെ വളർച്ചാ നിരക്ക് 4% നിന്നും 3% പോയാൽ 3% കണക്കാക്കി മാത്രമേ കടമെടുക്കാനുള്ള പരിധി കിട്ടൂ എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, കിഫ്ബി എടുത്ത പണം അഥവാ കിഫ്ബിയിലേക്ക് നിങ്ങൾ സംസ്ഥാന സർക്കാരിലേക്ക് ഖജനാവിലേക്ക് വരേണ്ട പണം അത് 20,000 കോടി രൂപ നിങ്ങൾ കിഫ്ബിയിൽ നിക്ഷേപിച്ചിട്ട് അതിനെ സെക്യൂരിറ്റി ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾ വേറെ ലോൺ എടുക്കും, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലോൺ എടുക്കും. നിക്ഷേപമായിട്ട് വരുന്നത് ഏതാണെന്ന് അറിയാമോ? സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 20,000 കോടി രൂപ എടുത്ത് നേരെ കിഫ്ബിയിൽ വെച്ചിട്ട് അതിനെ സെക്യൂരിറ്റി ആയിട്ട് വെച്ച് വേറെ ലോൺ എടുക്കാൻ പോകും. അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ കിഫ്ബിയുടെ മരണമണി മുഴങ്ങുന്നതല്ലേ? ഞങ്ങൾ അന്നും ഇത് സൂചിപ്പിച്ചതല്ലേ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, കേന്ദ്ര വിഹിതം, കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം, അതൊരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. നികുതി വിഹിതത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ലഭിക്കേണ്ട നികുതി വിഹിതം പിരിച്ചെടുക്കാത്ത സ്റ്റേറ്റുകളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥാനം 2ാം സ്ഥാനത്താണ്. നികുതി വിഹിതം കൃത്യമായി പിരിച്ചെടുക്കാത്ത ഇന്ത്യയിലെ 2ാമത്തെ സ്റ്റേറ്റ് ആണെന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും നിങ്ങൾ നികുതി പിരിക്കാൻ തയ്യാറായോ? അഥവാ ഇവരുടെ ആരോപണം വന്നിട്ട് കൂടി നിങ്ങൾ എന്തെങ്കിലും നടപടിയെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ചോദിക്കാം, GST കുടിശ്ശിക ഇനത്തിൽ നിങ്ങൾ പിരിക്കേണ്ട 13,410 കോടി രൂപ നിങ്ങൾ പിരിക്കാത്തതെന്ത്? പലിശ കുടിശ്ശിക ഇനത്തിൽ 5,979 കോടി രൂപ കിട്ടാനുണ്ട്, പിരിക്കാത്തതെന്ത്? വൈദ്യുതി നികുതി ഇനത്തിൽ 3,118 കോടി പിരിക്കാനുണ്ട്, എന്തുകൊണ്ട് പിരിക്കുന്നില്ല? 7 കൊല്ലം മുമ്പുള്ള ബാറിൻ്റെ അഥവാ മദ്യത്തിൻ്റെ നികുതി, ബാർ മുതലാളിമാരിൽ നിന്ന് പിരിക്കേണ്ട നികുതി 6 കൊല്ലം കഴിഞ്ഞിട്ട് പരിഷ്കരിച്ചുകൊണ്ട് അത് എടുത്ത് പിരിച്ചെടുക്കാത്ത കാര്യം മദ്യ മുതലാളിമാരെ പിടക്കും എന്നുള്ളത് കൊണ്ടല്ലേ? സ്വർണ്ണ വ്യാപാരികളിൽ നിന്ന് പിരിക്കേണ്ട നികുതി 10 കൊല്ലം മുമ്പ് പിരിച്ച നികുതിയുടെ അതേ ഘടനയിൽ തന്നെ ഇപ്പോഴും പിരിക്കുന്നതിൻ്റെ കാരണമെന്ത്? സ്വർണ്ണ നികുതി മാത്രം നിങ്ങൾക്ക് കിട്ടാനുള്ളത് 6,118 ശരി ശരി, ഇതൊക്കെ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച കണക്കുകളായോണ്ട് ഞാൻ ഇടപെടുകയാണ്. BRM ഷഫീർ, ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നികുതി പിരിക്കുന്നതിൽ നിങ്ങളുടെ പരാജയം ഒരു ഭാഗത്ത്, മറുഭാഗത്തോ നേരത്തെ വേണു പറഞ്ഞതുപോലെ ഒരു കേരള മോഡൽ എന്ന് പറഞ്ഞു. 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടുന്നതായി ഇന്നലെ റിപ്പോർട്ട് വന്നു. കേരള മോഡലാണ്. 18 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പണം കൊടുക്കാത്ത കാരണത്താലും ഇന്നോവേഷൻ നടത്താത്ത കാരണത്താലും എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമായി പ്രവർത്തിക്കുന്നു എന്ന കാര്യവും പരിഗണിക്കണമേ തുല്യമായി. ഇനി ഒരു കാര്യം, ഒരു കാര്യം അല്ല, അങ്ങനെയെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ പരിഗണിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. അങ്ങിപ്പോ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയല്ലോ, കേരളവുമായി ബന്ധപ്പെട്ടൊരു കുറ്റപത്രം. അങ്ങനെയെങ്കിൽ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളും സമാനമായ ആവശ്യം കർണാടക വയ്ക്കുന്നുണ്ട്. എന്താണ്? ഈ കേന്ദ്ര ഫണ്ട് വിഹിതം, അതിനകത്ത് നീതി നിഷേധം ഉണ്ടാകുന്നു എന്ന് കർണാടകം പറയുന്നു, കേരളവും അത് പറയുന്നു. ആ കാര്യത്തിലെങ്കിലും ഒന്ന് യോജിക്കാമോ? ഇല്ല, കർണാടകത്തിൽ മാത്രമേ നിങ്ങൾ യോജിക്കുകയുള്ളൂ. ഇനി ഒരു സെക്കൻഡ് കേന്ദ്ര ഗ്രാന്റ് അല്ലല്ലോ, കേന്ദ്ര ഗ്രാന്റ് ഇതാണ് കേരളം പറയുന്നത്, ഇതാണ് കർണാടകവും പറയുന്നത്. ഇല്ലല്ലോ, ഒരു മിനിറ്റ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി കിട്ടേണ്ട വിഹിതം അതും കിട്ടുന്നില്ല, ഇതും കേരളം പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും കൂടെ അതിലെങ്കിലും ഒന്ന് യോജിക്കുമോ? കേന്ദ്ര ഫണ്ട്, ഗ്രാന്റ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ വിഹിതം കർണാടക മാത്രമേ ഉള്ളൂ ഈ നീതി നിഷേധം അനുഭവിക്കുന്നത്. അങ്ങനെയാണോ അഭിപ്രായം? അപ്പൊ വേണു പറയുന്നത് BRM ഷഫീർ ഉയർത്തിയ വാദങ്ങൾ തെറ്റെന്നാണോ, കണക്ക് തെറ്റെന്നാണോ? ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. കേന്ദ്ര ഫണ്ട്, കേന്ദ്ര ഗ്രാന്റ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതം, ഇതിലെ നീതി നിഷേധം കർണാടക മാത്രമാണോ അനുഭവിക്കുന്നത്, കേരളം അനുഭവിക്കുന്നില്ല എന്നാണോ? ഒറ്റ ചോദ്യം. എന്റെ ചോദ്യത്തിന് ഉത്തരം എന്താ? അങ്ങയുടെ കണക്കുകൾ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞല്ലേ? നിൽക്കട്ടെ. ഇനി അങ്ങയുടെ കണക്കുകൾ ശരിയെന്ന് ഞാൻ അങ്ങ് അംഗീകരിക്കുന്നു എന്നിരിക്കട്ടെ. എന്റെ ചോദ്യത്തിന് അങ്ങനെയെങ്കിൽ അങ്ങ് വഴങ്ങ്. കേന്ദ്ര ഫണ്ട്, കേന്ദ്ര ഗ്രാന്റ്, കേന്ദ്രാവിഷ്കൃത പദ്ധതി, ഇതുമായി ബന്ധപ്പെട്ട നീതി നിഷേധം കർണാടക മാത്രം അഭിമുഖീകരിക്കുന്നതാണോ? കർണാടകത്തിന് എന്തുമാത്രം ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നോ,
കർണാടക എന്തുമാത്രം GST കുടിശ്ശിക പിരിക്കാനുണ്ടെന്നോ, കർണാടകത്തിന് എന്തുമാത്രം വിഹിതം കിട്ടാനുണ്ടെന്നോ, കർണാടകത്തിന്റെ GDP നിരക്കോ, കർണാടകത്തിന് കിട്ടേണ്ട കടമെടുപ്പിന്റെ പരിധിയെ സംബന്ധിച്ചുമോ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് പഠിച്ചാൽ ഞാൻ അതും പറയും. ശരി, നമുക്കത് അവിടെ വിടാം. ശരി, പ്രകാശൻ മാഷ് ഇവിടെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി. അല്ലല്ല, BRM കഴിഞ്ഞു. പ്രകാശൻ മാഷ മറുപടി. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എന്താ? വേണു, ഈ വിമർശനം കണക്ക് പറഞ്ഞാൽ മറുപടി എൻ്റെ കയ്യിലുണ്ട്. അത് പറയാനുള്ള സമയം അനുവദിക്കണം എന്നാണ് ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ഇവിടെ BRM ഷെരീഫിന് ഖാർഗെ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ കർണാടക ഗവൺമെൻറ്റും മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേൾക്കാത്തതുകൊണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇപ്പോൾ നേരത്തെ 2010-11 കേന്ദ്ര നികുതി വരുമാനത്തിന് 88% ഡിവിസിബിൾ പൂൾ. അതിപ്പോൾ 78.4 കുറച്ചിരിക്കുന്നു. ഇത് തെറ്റാണ് എന്ന് കർണാടകം പറയുന്നു, ഖാർഗെ പറയുന്നു. ഷെഫീനത് അറിയുമെന്ന് എനിക്കറിയില്ല. 2, ഇപ്പോൾ നിലവിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നികുതികൾ മാറ്റിയിട്ട് അതിന് 28.1% അത് സെസ്സും സർചാർജുമായിട്ട് മാറ്റിയിരിക്കുന്നു. കാരണം സെസ്സും സർചാർജിൻ്റെയും വിഹിതം സ്റ്റേറ്റുകൾ കൊടുക്കേണ്ടതില്ല. ഇത് ശരിയല്ല എന്ന് കർണാടകം പറയുന്നു, ഖാർഗെ പറയുന്നു. BRM ഷെരീഫിന് അത് അറിയോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇതിന് മാറ്റം വരുത്തണമെന്നാണ് കേന്ദ്രത്തോട് AICC ആവശ്യപ്പെടുന്നത്. പിന്നെ ഇവിടെ GST വിഹിതം, GST വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് GST കോമ്പൻസേഷൻ 2ാം ഘട്ടം തുടരണം എന്നാവശ്യപ്പെടുന്നത് ചിദംബരമാണ്. കർണാടകത്തിന് ആവശ്യമുണ്ട്. നേരത്തെ കോൺഗ്രസിന് 3 ഗവൺമെൻറ്റുകൾ അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കർണാടക ഗവൺമെൻറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇത് GSTയുടെ 14% വർധനം ഉണ്ടാക്കുന്നവരെ കോമ്പൻസേഷൻ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് ഉണ്ടാക്കരുന്നവരെ കേന്ദ്രം മുന്നോട്ടേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് 2ാം GST കോമ്പൻസേഷൻ ആരംഭിക്കണമെന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ഷെരീഫിന് അത് അറിയോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ BRM ഷഫീർ, ശരിയല്ല, 47,662 കോടി, 21-22 ആളുടെ പേര് കൃത്യമായിട്ട് പറയണേ. 22.4% വർധന. 22-23 71,968 കോടി, 23.36% വർധന. നമ്മുടെ നികുതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. RBI ഈ കഴിഞ്ഞ ആഴ്ച പുറത്തിറക്കിയതിൽ പറഞ്ഞിരിക്കുന്നത് നികുതി വരുമാന വർധനയിൽ ഈ കഴിഞ്ഞ കൊല്ലം 1ാം സ്ഥാനത്ത് കേരളമാണെന്നാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കാണ്, എൻ്റെ കണക്കല്ല. പിന്നെ പണം വെട്ടിക്കുറക്കുന്നില്ല എന്ന് പറഞ്ഞത് ഞാൻ പറയാം. ഇവിടെ BJPക്കാർ പറഞ്ഞല്ലോ ഏത് പൈസ കിട്ടാനുള്ളത്, കൃത്യമായിട്ട് ഞാൻ പറയാം. ഇവിടെ കേരളത്തോട് മാത്രം കാണിക്കുന്ന അന്യായം, പബ്ലിക് അക്കൗണ്ട്സ് ട്രഷറി നിക്ഷേപം അടക്കാൻ അതിൽ 12,925 കോടി ഉറുപ്പിക പൊതു കടമായിട്ട് കേന്ദ്രം കണക്കാക്കി. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ട്രഷറിയിലുള്ള പണം കടമായി കണക്കാക്കിയ സ്റ്റേറ്റ് ഉണ്ടോ? ഇവിടെ കടം കണക്കാക്കുന്ന എപ്പോഴാണ്? കടം 24-25 കണക്കാക്കിയാൽ മനസ്സിലാവും. 21-22 മുൻകാല പ്രാബല്യത്തോടെ കണക്കാക്കുന്നത് എന്തിൻ്റെ മേലെയാണ്? അത് കേരളത്തോട് കാണിക്കുന്ന അന്യായമല്ലേ? അത് തെറ്റാണ് എന്ന് പറയണ്ടേ? കോൺഗ്രസ് പറയണ്ടേ? കേരളത്തിൽ തന്നെയല്ലേ അവർ ജീവിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കിഫ്ബി അതിൽ 12,520 കോടി രൂപ 4 ഗഡുക്കളായിട്ട് ഇത്തവണ പിടിക്കാൻ തീരുമാനിച്ചു. അത് 3,141 കോടി ഇപ്പോഴാണ്. അത് പഴയ കടത്തിൻ്റെ സംഖ്യയാണ്. അത് തിരിച്ചു പിടിക്കുന്ന ന്യായമാണോ? അല്ല എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത്? ഇനി അധികം കടമെടുത്തു എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ കടം വെട്ടിക്കുറച്ച് എത്രയാ? 19,618 കോടിയാണ്. ഇവിടെ നേരത്തെ 3.5% കുറച്ച് 3%ആക്കി. കേരളത്തിന് KSEB പിന്നെ പൂട്ടുന്നില്ല, കാര്യം സ്വകാര്യവൽക്കരിക്കുന്നില്ലെങ്കിൽ 0.5% വീണ്ടും കുറച്ചു. കേരളത്തിന് എടുത്ത് പറഞ്ഞിരിക്കുന്ന കടത്തിൻ്റെ കണക്ക് 19,618 കോടി രൂപ കുറവാണ്. പവർ സെക്ടർ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് 8,300 കോടി രൂപ തരാൻ ബാക്കിയുണ്ട്. കടമെടുപ്പിൻ്റെ 0.5% കുറവ് വരുത്തിയത് വഴി ഇക്കൊല്ലം മാത്രം, ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ 7,000 കോടി ഇവിടെ നമുക്ക് കുറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര കോടികളാണ്? ഇനി കിട്ടാനൊരു കുടിശ്ശികയില്ല എന്നിവിടെ BJPക്കാർ പറഞ്ഞല്ലോ. കുടിശ്ശിക ഞാൻ പറയാം. UGC ശമ്പള പരിഷ്കരണം 750 കോടി, തദ്ദേശ ഗ്രാൻഡ് 1921 കോടി, നെല്ല് സംഭരണത്തിൻ്റെ പൈസ 1,100 കോടി, ദുരിതാശ്വാസ കുടിശ്ശിക 139 കോടി, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് 69 കോടി, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് 3,000 കോടി, GST നഷ്ടപരിഹാര കുടിശ്ശിക 511 കോടി. ഇതൊന്നും കിട്ടാനുള്ളതല്ലെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇതിന് പുറമെയാണ് ഈ പറയുന്ന 15ാം കമ്മീഷൻ വരുത്തിയിരിക്കുന്ന കുറവിന്റെ മേലെ വന്നിരിക്കുന്ന 12,000 കോടി. ധനകമ്മീഷന്റെ വിഹിതമായിട്ട് 18,000 പ്രകാശം മാഷേ, ഈ നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിലായാലും അല്ലല്ല, നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ അങ്ങ് പറയുകയുണ്ടായി അല്ലെന്നേ. അതുപോലെ തന്നെ UGC ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ പൈസ കൊടുത്തു, അതിന്റെ കേന്ദ്ര വിഹിതം കിട്ടിയിട്ടില്ല. ഇതിലൊക്കെ പറയുന്നത് ഒന്ന് UGCയുടെ കാര്യത്തിൽ പറയുന്നത് കൊടുക്കേണ്ട സമയത്ത് കടലാസുകൾ കൊടുത്തില്ല എന്ന്. പിന്നെ ഈ പറയുന്ന നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിലും ഈ കടലാസുകൾ കൃത്യമായി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ അങ്ങ് ഈ പറയുന്ന ഈ GST കോമ്പൻസേഷൻ അതിന്ന് പൂർണ്ണമായും വിട്ടു ധനമന്ത്രിക്ക് ഇല്ലാത്തൊരു വാദം അങ്ങ് പറയരുത്.
ഏജ് വഴി ഇതിന്റെ കണക്കുകളെല്ലാം കൊടുത്തു, അതിന്റെ ഭാഗമായി ഇനി കുടിശ്ശികളൊന്നും കിട്ടാനില്ല എന്ന് ഇന്ന് മുഖ്യമന്ത്രിക്കൊപ്പം ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോമ്പൻസേഷൻ കൂട്ടണമെന്ന് പറയുന്ന പൊതു ആവശ്യം നാം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കഥയും കഴിഞ്ഞു. ആര് കോൺഗ്രസ് വെക്കുന്നുണ്ടോ? ഈ BRM ഷെട്ടി വെക്കുന്നുണ്ടോ? BRM ഷെട്ടി കോൺഗ്രസ് അല്ല, നിങ്ങളുടെ ധനകാര്യമന്ത്രി ഇല്ലല്ലോ. സംബന്ധിച്ചു. നിങ്ങള് നിങ്ങളുടെ രാജ്യത്തിനകത്ത് ധനകാര്യമന്ത്രി മൊത്തം സംബന്ധിച്ചു സാർ, ഞാൻ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് കിട്ടുന്ന പണം നേരത്തെ ഈ കേരളത്തിനാകെ കിട്ടി വന്ന പിന്നെ വരുമാനത്തിന്റെ 76% കേന്ദ്ര വിഹിതമാണ്. ഇപ്പോഴെത്രയെന്നറിയോ? 49%. ഇത് അന്യായമാണെന്ന് പറയണ്ടേ? സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 76% നേരത്തെ കേന്ദ്രം തന്ന ഫണ്ടാണ്. ഇപ്പോഴത് 49%ആയി കുറഞ്ഞിരിക്കുന്നു. ശരി ശരി അത് അന്യായമാണെന്നുള്ളത് ആർക്കും ശരി പ്രകാശ് മാഷ് ഇടപെടുകയാണ്. ഞാൻ മറ്റു അതിഥികളിൽ കൂടെ പോകുന്നു. ശ്രീ KVS ഹരിദാസ്, ഇവിടെ ഇപ്പോൾ കേരളം മാത്രമല്ല കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ രംഗത്ത് വരുന്നത്. അത് സുപ്രീം കോടതിയിലേക്ക് വരെ ഒരു വ്യവഹാര സ്വഭാവത്തിൽ കേരളം എത്തിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഫെഡറൽ സംവിധാനം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ഗവർണറെ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കളികൾ. അതും വ്യവഹാരത്തിലേക്ക് പോയിരിക്കുകയാണ്. കോടതി എന്തായാലും ആ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് കേന്ദ്രത്തിന് നൽകുന്ന സന്ദേശം എന്തെന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം. ഇവിടെ ഇപ്പോൾ കർണാടകം അവിടെ വന്ന് ധർണയിരുന്നു. നാളെ കേരളം ഇരിക്കുന്നു. ഇതേപോലെ തന്നെ ഒരു ധർണ മമത സംഘടിപ്പിച്ചു. അപ്പോൾ ഈ പറയുന്ന തെക്കേ ഇന്ത്യ, കിഴക്കേ ഇന്ത്യ, ഇവരെല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ തോളോട് തോൾ ചേർന്നില്ല എങ്കിലും ഇതൊരു പൊതു വിഷയമെന്ന നിലയിൽ അതത് സംസ്ഥാനങ്ങളുടെ താല്പര്യാർത്ഥം ഉന്നയിക്കുന്നുണ്ട്. ജനങ്ങളുടെ താല്പര്യം തന്നെയാണ് ഉന്നയിക്കപ്പെടുന്നത്. അവിടെ ഈ 17 സംസ്ഥാനങ്ങളിലെ ലാളനയും മറ്റ് സംസ്ഥാനങ്ങളിലെ പീഡനവും എന്ന് പറയുന്നത് പിണറായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണമല്ല, നമ്മുടെ മുന്നിൽ കാണുന്ന യാഥാർത്ഥ്യമാണ്. അവിടെ മോദി പറയുകയാണ് ടീമായി പ്രവർത്തിച്ചുവെന്ന്. ഇങ്ങനെയാണോ ടീം? അല്ല വേണു, ഇതൊരു രാഷ്ട്രീയ സമരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമരങ്ങൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വേണു ഉദ്ധരിച്ചതൊന്ന് കർണാടകത്തിലെ കാര്യമാണല്ലോ. ഞാൻ കർണാടകത്തിലെ ഒരു കണക്ക് വേണുവിൻ്റെ മുമ്പിൽ വയ്ക്കാം. മുഴുവൻ കണക്കുകളും എൻ്റെ കയ്യിലില്ല. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സെൻട്രൽ ഗ്രാൻഡായിട്ട് കർണാടകത്തിന് കൊടുത്തത് 60,780 കോടി രൂപയാണ്. 60,780. മോഡി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്തത് 2,08,832 കോടി രൂപയാണ്. ഏതാണ്ട് 3 ഇരട്ടി. ടാക്സ് ഡെവല്യൂഷൻ 81,796 മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കൊടുത്തത്. 2,85,452 കോടി രൂപയാണ് മോഡി ഗവൺമെൻറ് കർണാടകത്തിന് കൊടുത്തത് ഈ കാലഘട്ടത്തിൽ. ഫൈനാൻഷ്യൽ സപ്പോർട്ട് 1,42,574 കോടി രൂപയാണ്. KVS മാഷെ, ഒരു ഭരണകാലത്ത് കൊടുത്തത് മറ്റൊരു ഭരണകാലത്ത് കൂടുക തന്നെയാണ് ചെയ്യുക. അത് അതിന്റെ സ്വാഭാവികതയാണ്. ഇപ്പോൾ വാജ്പേയി സർക്കാരിന്റെയും മൻമോഹൻ സർക്കാരിന്റെയും കാലമാണ് താരതമ്യം ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെയാണ് അധികരിക്കും തുക. അല്ല വേണു ഞാൻ പറയട്ടെ, 247% മുൻ സർക്കാരിന്റെ കാലത്തേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. അല്ലല്ല, 2014 വരെ 10% സെസ്സും സർചാർജും 2014 ശേഷം ഇപ്പൊ നോക്കുമ്പോൾ 28%. അതിന്റെ ഹേമം തട്ടുന്നത് ആർക്ക്? ഞാൻ ഒന്ന് വരട്ടെ വേണു, വേലയ്ക്ക് വരാം. 2 കാര്യങ്ങൾ. ഒന്ന്, 240%-ലധികം ഒരു ഗവൺമെന്റിന്റെ കാലത്തിന് ശേഷം അടുത്ത ഗവൺമെന്റിന്റെ കാലത്ത് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഏത് തരത്തിലാണ് സാമാന്യ ബുദ്ധിയുള്ളവർ കാണുക? കർണാടകത്തിനൊരു പ്രശ്നമുണ്ട്, പല സംസ്ഥാനങ്ങൾക്കും ഉണ്ട് പ്രശ്നം. വരവ് നോക്കാതെ, ഖജനാവിന്റെ ശേഷി നോക്കാതെ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ ആവിഷ്കരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ നൽകിയ പല വാഗ്ദാനങ്ങളുമുണ്ട്. ഇന്നിപ്പോൾ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത സ്ഥിതി വരുന്നു. കേരളത്തിന്റെ സ്ഥിതിയും സമാനമാണ്. 2016 തവളപത്തം ഞാൻ ഓർമ്മിപ്പിച്ചത് ട്രഷറിയിലെ പണം സർക്കാർ എടുക്കുന്നത് പോലും മുൻകാല പ്രാബല്യത്തോടെ സർക്കാരിന്റെ കടമാക്കി മാറ്റിക്കൊണ്ട് കമ്പോള കടപരിധി കുറയ്ക്കുക എന്ന ശിക്ഷാ സ്വഭാവത്തിലുള്ള നടപടി കേരളത്തോടല്ലാതെ ഈ മോദി ഗവൺമെന്റ് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് കാണിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ പറയൂ. അത് നാളത്തെ സമരം വേണ്ടെന്ന് വെക്കാമെന്ന് നമുക്ക് പ്രകാശ് മാഷോട് ആവശ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ വേണു
ഈ പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് വേറെ ഏതോ ഒരു സ്റ്റേറ്റ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇത് നരേന്ദ്രമോദി ഡൽഹിയിൽ ഇരുന്ന് കണക്കാക്കുന്നതല്ല, ഇത് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം എടുക്കുന്നതാണ്. CAG റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ എടുക്കുന്ന തീരുമാനമാണ്. ഇവിടെ റിസർവ് ബാങ്കിന്റെ എല്ലാ തീരുമാനങ്ങളും മോഡി എടുക്കുന്ന തീരുമാനമാണോ? നിങ്ങൾ അങ്ങനെ അതിനെ ചെറുതായിട്ട് കാണരുത്. അല്ല, അങ്ങനെയെങ്കിൽ ഈ CAG പോലെ തന്നെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു കാര്യമാണ് ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതി അംഗീകരിച്ച് പാർലമെന്റ് അംഗീകരിച്ച അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ നിങ്ങൾ തിരുത്തുകയാണ്. ഞാൻ ഇടപെടുകയാണ്, ഞാൻ അങ്ങേലേക്ക് വരാം. വിജയകുമാർ സാർ, ഇവിടെ ഇപ്പോ ഈ പറയുന്ന പബ്ലിക് അക്കൗണ്ട്സിന്റെ കാര്യം അടക്കമുള്ള കാര്യങ്ങൾ ശരി, മാഷ് പെട്ടെന്ന് പൂർത്തിയാക്കിയോളൂ. ശരി. അല്ല, ഒരു മിനിറ്റ് കൂടി വേണോ? വേണു, ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് കൊല്ലം എത്രയായി? അന്ന് മുതൽ കേരളത്തിന് കിട്ടാൻ പോണ പണം എത്രയാന്ന് പ്രകാശ് മാഷ്ട പാർട്ടിക്കും സർക്കാരിനും അറിഞ്ഞുകൂടെ? അന്ന് അവരെന്താ സമരം ചെയ്യാഞ്ഞേ? ആ കമ്മീഷന്റെ ധനകാര്യ കമ്മീഷന്റെ കാലാവധിയും കഴിഞ്ഞ് പുതിയ ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്ന സമയത്താണോ 15ാം ധനകാര്യ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് മോശമാണെന്ന് പറഞ്ഞു പോയത്? അങ്ങനെയാണെങ്കിൽ അന്ന് അവർക്ക് കോടതി പോകാമായിരുന്നില്ലേ? ഇപ്പൊ ഞാൻ പറയുന്നത് ഈ സമയം തെരഞ്ഞെടുത്തതിന്റെ പ്രാധാന്യമാണ്. സമരത്തിന് വേണ്ടിയിട്ട് നിക്കക്കളിയില്ലാത്ത അവസ്ഥയാണ്. കടം കയറി മുങ്ങി താഴുകയാണ്. കാരണം ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഇവര് തന്നെയാണ്, വേറെ ആരുമല്ല. ഇവരുടെ പിടിപ്പ് കേട്ടുകൊണ്ടാണ് ശരി. വിജയകുമാർ സാർ, ഇപ്പൊ ഇവിടെ ഈ 5 മാസമായിട്ട് നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിരിക്കുന്നു എന്ന് എല്ലാവരും വിലപിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 10 കോടി കേരളീയത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയല്ല, ഒരു വലിയ ധൂർത്ത് എന്ന നിലയിൽ അത് അവതരിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന KSSPL കൃത്യമായി ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കണ്ടെത്തുന്നതിനും കൊടുക്കുന്നതിനുമുള്ളൊരു സംവിധാനമാക്കി സർക്കാർ കൊണ്ടുവന്നതല്ലേ? അതിലെ ആ ഇടപാട് പോലും മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് കടമെടുപ്പ് പരിധി കുറയ്ക്കുന്നു. അതിലൂടെ ആരെയാണ് ശിക്ഷിച്ചത്? ഏത് വിഭാഗത്തെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്? ഈ ഇപ്പോൾ പ്രകാശമാഷും മുഖ്യമന്ത്രിയുമൊക്കെ ആവർത്തിക്കുന്ന ഈ പബ്ലിക് അക്കൗണ്ട്സ് അതുൾപ്പെടെ ഈ പറയുന്ന മുൻകാല പ്രാബല്യം കൊടുക്കണം. അപ്പോഴാണ് കടത്തിൻ്റെ വലിപ്പം കൂട്ടാൻ കഴിയുക. കടത്തിൻ്റെ വലിപ്പം അങ്ങനെ കൂട്ടുമ്പോഴേ കടമെടുപ്പ് പരിധി നിർബന്ധമായും കുറയ്ക്കാൻ കഴിയുക. അങ്ങനെ ഏതൊക്കെ രൂപത്തിലുള്ള ദണ്ഡനമുറകളാണ് കേരളത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്? മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അത്തരമൊരു സവിശേഷമായ സാമ്പത്തിക ദണ്ഡനമുറയ്ക്ക് വിധേയമാകേണ്ടി വന്നുവെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങ് ആ ധൂർത്തിൻ്റെ ഭാഗം പറഞ്ഞത് അംഗീകരിച്ചാൽ ഈ മറുഭാഗത്തെ പറ്റിയുള്ള അങ്ങയുടെ നിലപാടെന്താണ്? മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതില്ല എന്ന് വേണു പറഞ്ഞത് ശരിയാണ്. അതിനുള്ള കാരണം പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി വേറെ ഒരു സംസ്ഥാനം ഉണ്ടാക്കിയിട്ടില്ല. അത് വളരെ വിചിത്രമാണ്. നമുക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? ഒരു സെക്കൻഡ് 60 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന മറ്റൊരു സംസ്ഥാനം ഉണ്ടോ? ഉണ്ടല്ലോ. ഇന്ത്യയിലെ കേരളത്തിനേക്കാളും കൂടുതൽ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആന്ധ്ര കൊടുക്കുന്നുണ്ട്, തെലുങ്കാന കൊടുക്കുന്നുണ്ട്, ഹരിയാന കൊടുക്കുന്നുണ്ട്, ഗോവ കൊടുക്കുന്നുണ്ട്, ഡൽഹി കൊടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും 2000 രൂപയിൽ കൂടുതലാണ് കൊടുക്കുന്നത്. വേണു സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അല്ല, എനിക്കറിയാത്ത കാര്യമാണ്, ഞാൻ തിരുത്താൻ തയ്യാറാണ്. എത്ര പേർക്ക് 60 ലക്ഷം പേർക്കാണ് കേരളത്തിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് 60 ലക്ഷം? അതിപ്പോ ഗോവയിലും ഡൽഹിയിലും അവരുടെ പോപ്പുലേഷൻ കേരള പോപ്പുലേഷനുമായിട്ട് കമ്പയറബിൾ അല്ലല്ലോ. ഗോവയും ഡൽഹിയും ഇവിടെ ആന്ധ്ര തെലങ്കാന എത്രയാണ് നമ്പർ നോക്കാം. ഒരു കാര്യമുണ്ട് വേണു, ഇനി മാത്രമല്ല തെലങ്കാന എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ആന്ധ്രയും അങ്ങനെയാണ്, കർണാടകയും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ അവസാനം കേരളം അങ്ങനെയാണോ? ഞാൻ പറഞ്ഞ ഇടപെടരുത് വേണു, ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്കളെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ അനുവദിക്കുക. ഈ 2 കാര്യങ്ങൾ. പെൻഷൻ കൊടുക്കാൻ ഒരു കമ്പനി, ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈനാൻസിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്ക് അറിയാം. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ അതിനൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, ബാലൻസ് ഷീറ്റിൽ അസറ്റ്സും ലയബിലിറ്റി ഉണ്ടാവും. ഈ കേരള സ്റ്റേറ്റ് പെൻഷൻ ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിൽ എന്താണുള്ളത്? റവന്യൂ ഇല്ല, ബോറോയിങ് മാത്രമാണ്, ചെലവ് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു കമ്പനിയാണ് നടന്നു പോവുക? അസറ്റ്സ് ഒന്നുമില്ല, ലയബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു കമ്പനി. അങ്ങനെയല്ല കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനാൻസിൽ മനസ്സിലാക്കുന്നത്. പിന്നെ കേരള ട്രഷറിയിലത്തെ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രഷറി ബാങ്ക് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാണ്. നമ്മളൊരു 3 കൊല്ലം മുമ്പ് സർക്കാരിൻ്റെ പൊതുവേ പലിശ നിരക്ക് കുറഞ്ഞു വരുന്ന സമയത്ത് പലിശ നിരക്ക് ഇനി കുറയ്ക്കാൻ പോകണു എന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരിലൊക്കെ എനിക്കറിയാം രാത്രി 7 മണിയായിട്ടും ആളുകളുടെ ക്യൂ നിന്നില്ല. കാരണം
കാരണം വലിയ ചാക്കിലൊക്കെയാണ് പണം കെട്ടി കൊണ്ടുവരുന്നത്, ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 3000-4000 കോടി രൂപ സർക്കാർ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഫൈനാൻസ്, ഞാൻ ഇക്കണോമിക്സ് ഫൈനാൻസ് ആണ് പറയുന്നത്, ഫൈനാൻസിൽ +2 കുട്ടികളടുത്ത് ചോദിച്ചാൽ മതി, അവർ പറയും ഫൈനാൻസിൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്, അസറ്റ്സ് എന്ന് പറയുന്നത് ലോൺസ് ആണ്. അപ്പോൾ ഡെപ്പോസിറ്റ്സ് എടുത്ത് 3000 കോടി രൂപ വന്നു, സർക്കാർ എടുത്ത് ചിലവാക്കി, അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. എന്താ അതിനകത്ത് സംശയം? അത് സർക്കാരിൻ്റെ ബാധ്യതയാണ്, യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. വേറെ സംസ്ഥാനങ്ങളൊന്നും ചെയ്യാത്ത രീതിയിൽ കടം വാങ്ങിയിട്ട് കടം പെരുകിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഒരു ബജറ്റൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് കുറച്ച് സാമ്പത്തിക വിശകലനത്തിനകത്ത് വേണം. ബജറ്റിൻ്റെ ഒരു ഡെഫിനേഷൻ തന്നെ എന്താ അറിയോ? ഒരു ഫൈനാൻഷ്യൽ ഡോക്യുമെൻ്റ് ഓഫ് പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സ്പെക്റ്റഡ് റവന്യൂ. പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സ്പെക്റ്റഡ് റവന്യൂ എന്താണ്? പ്രതീക്ഷിക്കുന്ന വരുമാനം, എന്താണ് ഉദ്ദേശിക്കുന്ന ചെലവ്. 24,000 കോടി രൂപ ഒറ്റ വർഷത്തിൽ അധിക ചെലവാണ് ശമ്പള പരിഷ്കരണം ഉണ്ടായത്. ഒറ്റ വർഷത്തിൽ 24,000 കോടി രൂപ. അതിൻ്റെ വരവ്, അതിൻ്റെ വരുമാനം എവിടുന്ന് വരും? 1 രൂപ ഞങ്ങൾ ഇന്ന രീതിയിൽ വരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണോ പബ്ലിക് ഫൈനാൻസ് മാനേജ്മെൻറ്റ്? ഇതാണോ ബജറ്റ് മാനേജ്മെൻറ്റ്? അപ്പോൾ 2016 ധവളപത്രത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ സർക്കാർ ഒറ്റക്കാര്യം കൂടി അതിന്റെ മറുപടിക്ക് ശേഷം എനിക്ക് ഇടവേളയിലേക്ക് പോകണം. വിജയകുമാർ സാർ, ഈ 10% നിന്ന് 28% സെസ്സും സർചാർജും കൂട്ടിയ കേന്ദ്ര സർക്കാരിന്റെ നടപടി, അത് കേന്ദ്ര നികുതിയുടെ വിഹിതം സംസ്ഥാനങ്ങൾക്ക് കിട്ടാതിരിക്കാനുള്ള വളഞ്ഞ വഴിയായിരുന്നില്ലേ? അതിൻ്റെയെങ്കിലും അവകാശം നമുക്കില്ലേ? അത് ഭാഗികമായിട്ട് അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് വെക്കാം. പക്ഷേ അതിന് മറുവശം ഞാൻ പറഞ്ഞു തരാം. ഈ 15ാം ധനകാര്യ കമ്മീഷൻ്റെ അവാർഡ് 32-ന്ന് 42% വർദ്ധിക്കുകയാണ് ചെയ്തത്. പിന്നീട് 41 ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സ്റ്റേറ്റസ് മാറിയുകൊണ്ട് മാത്രം 42 തന്നെയാണ് ഇഫക്റ്റീവിൽ. അത് അങ്ങനെ പെട്ടെന്ന് വർദ്ധിച്ച സമയത്ത് സർക്കാരിൻ്റെ ചെലവിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായി കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനത്തിൽ. അത് നികത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ സെസ്സും സർചാർജൊക്കെ തന്നെ ചെയ്തത്. പിന്നെ ഒരു കാര്യം ഓർക്കുക, നമ്മളെപ്പോഴും പറയുന്നത്, കേരളം പറയുന്നു നമ്മൾ മറ്റ് ബീഹാറിന് കൂടുതൽ കൊടുക്കുന്നു, UPക്ക് കൂടുതൽ കൊടുക്കുന്നു, അപ്പോൾ കേരളത്തിന് കിട്ടുന്നത് അവിടേക്ക് പോയി. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, കേന്ദ്രം പണം ചെലവ് ചെയ്യുന്നത്, കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു പ്രദേശമല്ലല്ലോ. കഴിഞ്ഞ വർഷത്തിൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി മാത്രം കേന്ദ്രം സ്പെൻഡ് ചെയ്തത് 10 ലക്ഷം കോടിയാണ്. ഈ ബജറ്റിൽ അത് 11.11 ലക്ഷം കോടിയാണ്. ഇത് ചെലവിടുന്നത് മുഴുവൻ ഇന്ത്യയിലാണ്, അല്ലാണ്ട് ഒരു പ്രത്യേക പ്രദേശത്തല്ല. കേരളത്തിനും തമിഴ്നാടിനും കർണാടകയ്ക്കും ആന്ധ്രയ്ക്കും UPക്കും ബീഹാറിനും വെസ്റ്റ് ബംഗാളിനും ഒക്കെ ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ശരിയായിരിക്കുമ്പോഴും ഇന്ന് കർണാടക പറഞ്ഞൊരു കാര്യമുണ്ട് സാർ. ഇന്ത്യ എന്ന് പറയുന്ന എല്ലാ പ്രദേശത്തിനും വേണ്ടിയാണ് കേന്ദ്രം ചെലവിടുന്നതെന്ന് പറയുമ്പോഴും കർണാടകത്തിൽ 200 പ്രദേശങ്ങൾ വരൾച്ചയിലാണ്. അവിടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഈ മോദി എന്ന്. അതും ഒരു പ്രദേശമാണ് എന്ന് മോദിയെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് അവരവിടെ സംഘടിച്ചത്. നാളെ കേരളം സംഘടിക്കാനിരിക്കുന്നതും. 3 മിനിറ്റേ ഉള്ളൂ. വേഗം ശ്രീ BRM ഷഫീർ, പെട്ടെന്നുള്ള മറുപടി. അങ്ങേക്കുള്ള മറുപടി ഖാർഗെ നൽകിയിട്ടുണ്ടെന്നാണ് പ്രകാശ് മാഷ് പറഞ്ഞത്. അങ്ങയുടെ പ്രതികരണം. ഒരു ശബ്ദ തടസ്സമുണ്ട്, അങ്ങയിലേക്ക് വരാം. ശ്രീ KVS ഹരിദാസ്, ഒരാളെയും തോൽപ്പിക്കാനല്ല നാളത്തെ സമരമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബോധ്യം എന്താണ്? എന്ന് വെച്ചാൽ മോദിയെ തോൽപ്പിക്കാനല്ല, BJPയോടൊരു എതിർപ്പുമില്ല, കേന്ദ്ര സർക്കാരിനോട് എതിർപ്പില്ല, അർഹതപ്പെട്ടത് തരൂ എന്നൊരു അഭ്യർത്ഥന മാത്രം. അതാണോ നിങ്ങളുടെ ബോധ്യം? അല്ല വേണു, അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാ കോടതി പോയത്? അല്ല, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരാളെയും തോൽപ്പിക്കാനല്ല എന്ന് പിണറായി പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയ അർത്ഥം എന്താണ്? അല്ല, പിണറായി വിജയൻ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഞാൻ അത് തന്നെ വിചാരിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയ സമരങ്ങളുടെ കാലഘട്ടമല്ല ഇത്. രാഷ്ട്രീയ സമരം കൊണ്ട് ഒന്നും നേടാനും അല്ലെന്നേ. CMRL, KSIDC, ഇനി എക്സാലോജിയിലേക്ക് കയറിയാൽ മതി. അല്ലെന്നേ, നിങ്ങള് അല്ല, കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ തീരുമാനം വരുന്നു. 5-ാം ദിവസം CMRL, 5-6 ദിവസങ്ങൾ അവിടെ, 7-ാമത്തെ ദിവസം KSIDC, 8-ാമത്തെ ദിവസം ഒരാളെയും തോൽപ്പിക്കാനില്ല എന്നൊരാള് മുൻകൂട്ടി പറയുന്നു. അതെന്തിന്റെ സൂചനയാണ് KVS? വേണു അങ്ങനെ ഒന്നും കരുതണ്ട. അത് പിണറായിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ വഴിയേ പോകും. ശരി, ഒരു സംശയം വേണ്ട. അതിന്റെ വസ്തുത അറിയണമെങ്കിൽ പല കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിച്ചാൽ മതി. ശരി, BRM, താങ്കളുടെ വാദഗതികൾക്കെല്ലാം ഖാർഗെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രകാശൻ മാഷ് പറഞ്ഞത്. താങ്കളുടെ പ്രതികരണം വേഗം. സാങ്കേതിക പ്രശ്നമുണ്ട്. അവസാനമായി പ്രകാശൻ മാഷ്.
രാഷ്ട്രീയ സമരങ്ങളുടെ കാലം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ടീമായി പ്രവർത്തിക്കാൻ മോദിയും പറയുന്നു. അവിടെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് മോദി ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്തായാലും തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ കഴിയില്ല, നാളെയും പോയി എന്തെങ്കിലും അധികരിച്ചു പറഞ്ഞ് തോൽവി നേരിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരുതരം സന്ധി ചെയ്യൽ? അതാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് സ്ഥാപിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞോളൂ. ഞാനിവിടെ പറയുന്നത് കേരളത്തോട് അവഗണനയുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണല്ലോ. ഇപ്പോൾ കടത്തെപ്പറ്റി പറഞ്ഞു. GSTPയുടെ എത്ര % സ്റ്റേറ്റുകളുടെ കടമെന്നതിന് അഖിലേന്ത്യാ കണക്കുണ്ടല്ലോ. അത് 58.8. അല്ലല്ല പ്രകാശ് മാഷ്, ഇനി അത്തരം കണക്കുകളിലേക്ക് പോകാൻ സമയമില്ല. നാളത്തെ സമരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ പറ്റി ഒറ്റ വാചകത്തിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചർച്ച നിർത്താം. ഇല്ല പ്രകാശ് മാഷ്, സമയമില്ല. ഇവിടെ ഒറ്റ കാര്യം ഞാൻ പറയാം. ഞങ്ങൾ കേരളത്തിന് വേണ്ടി ഈ സമരം നടത്തും. കോൺഗ്രസിൻ്റെയും BJPയുടെയും കൂടെ നിൽക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ വരും. കാരണം ഇത് അർഹതപ്പെട്ട് നേടിയെടുക്കാനുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തും തുടരും. ഈ കാര്യം നമ്മൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. പിന്നെ കേന്ദ്രത്തിന് ധനമാനേജ്മെന്റിനെ പറയണ്ട. 20 നാളത്തെ പ്രസംഗം വേണു ഉൾപ്പെടെ കേരളം മുഴുവൻ കേൾക്കണം. ബഹുമാനായ കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നാളത്തെ ഡൽഹിയിലെ പ്രസംഗത്തിൽ ഒരിടത്ത് പോലും നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ RSS എന്നോ നേരിട്ട് തൊടുക്കുന്ന ഒരു തരത്തിലുള്ള വാക്കുകളും ഉണ്ടാകില്ല. തികച്ചും പ്രതിരോധത്തിൽ മാത്രമേ അദ്ദേഹം നാളെ പ്രസംഗിക്കുള്ളൂ. ശരി. എന്തായാലും നാളത്തെ സമരം ഒരാളെയും തോൽപ്പിക്കാനല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാളത്തെ സമരം കേരളത്തെ തോൽപ്പിക്കാനും ആകരുത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു.